വീണ്ടും ഇന്ത്യ-US ബന്ധം പഴയതിനേക്കാൾ കൂടുതൽ ശക്തമാകുമോ? ചില വെളിപ്പെടുത്തൽ നടത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ. ഇന്ത്യയെ ലക്ഷ്യമിട്ടായിരുന്നില്ല ഉപരോധം ഏർപ്പെടുത്തിയതെന്ന വിശദീകരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനല്ല, മറിച്ച് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്കെതിരെ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിനായാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതെന്നും ഇന്ത്യയെ പ്രത്യേകിച്ച് ലക്ഷ്യമിട്ടുള്ള നടപടിയല്ല അതെന്നതാണ് ഇപ്പോൾ റുബിയോ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ റഷ്യൻ എണ്ണയുടെ വിഷയം ഒരിക്കലും ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ല. റഷ്യക്കെതിരെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുക മാത്രമായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളിൽ ഒരാളായിരുന്നു ഇന്ത്യ എന്നതാണ് റുബിയോയുടെ വിശദീകരണമായി തന്നെ പറയുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിൽ വൻതോതിൽ ഇറക്കുമതി ചെയ്തതിനെ തുടർന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ US ഇന്ത്യ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യം ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് റുബിയോയുടെ വിശദീകരണം ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സമ്മർദ്ദം നിലനിൽക്കുന്നതിനിടയിലാണ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വിശദീകരണം പുറത്തുവരുന്നത്. ഉപരോധം ഇന്ത്യക്കെതിരായ രാഷ്ട്രീയ നടപടിയല്ല എന്നും യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ സാമ്പത്തിക ശക്തി കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശമെന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടർന്നാൽ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ ആശങ്ക നിലനിൽക്കുന്നുവെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ രീതിയിൽ ഇത് ചർച്ചാ വിഷയമായി മാറുകയാണ്. കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന എണ്ണ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമാകുമെന്നതാണ് ഇന്ത്യയുടെ നിലപാട്. റഷ്യ യുക്രൈൻ വാർ ആകട്ടെ നീണ്ടു നിൽക്കുന്നതിനിടെ തന്നെ ആഗോള എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര ബന്ധത്തിലും ഇതിന്റെ പ്രതിഫലനം ശക്തമായി തന്നെ തുടരുകയും ചെയ്യും. US വെനസ്വേല പോലുള്ള മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടെ തന്നെ ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള അവസരം US കണ്ടെത്തിയതായി തന്നെ റുബിയോ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇതൊരു പ്രശ്നമല്ല എന്ന് ഞാൻ കരുതുന്നില്ല എന്നും ഇന്ത്യ ഇതിനോടകം തന്നെ വൈവിധ്യവൽക്കരിക്കുന്നതിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഊഷ്മളമായ ഒരു വ്യക്തിബന്ധമാണ് ഉള്ളതെന്നും മാർക്കോ റുബിയോ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് പ്രസിഡന്റ് ആയ കാലം മുതൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശക്തമായ ബന്ധം പുലർത്തുന്നുണ്ട്. നേതാക്കൾ തമ്മിലുള്ള ബന്ധം പരമപ്രധാനമാണ്. ഹ്രസ്വകാലത്തേക്കുള്ള നേതാക്കളല്ല, ദീർഘകാലത്തേക്കുള്ള നേതാക്കളാണ് ഇവരെന്നതാണ് റുബിയോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ മേൽ US ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യമുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും ഒരു ഇടക്കാല വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയതിനു ശേഷം ബന്ധം മെച്ചപ്പെട്ടുവെന്നും ഇടക്കാല കരാറിനോട് തീരുവ, അതായത് US തീരുവ 18% കുറച്ചിരുന്നു. US സുപ്രീം കോടതിയുടെ വിധി എല്ലാം പരസ്പര തീരുവകളെയും അസാധുവാക്കിയതിനു ശേഷം US പിന്നീട് അത് 10% തന്നെ കുറച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ US ഇറാൻ യുദ്ധം കാരണം റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ഉപരോധങ്ങളിൽ നിന്ന് US ഇന്ത്യക്ക് ഇളവ് നൽകിയിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.